ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ രാഷ്ട്രപതി ദ്രൌപദി മുർമുവുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ചരിത്രപരമായി അടുത്ത ബന്ധമാണ് ഇന്ത്യയ്ക്കും UAE-ക്കും ഇടയിലുള്ളതെന്നും ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന അടുപ്പം ഇതിന് ശക്തി പകരുന്നതായും രാഷ്ട്രപതി ഭവനിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ശ്രീമതി മുർമു വ്യക്തമാക്കി. ഇന്ത്യ UAE ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും തന്ത്രപരമായ പങ്കാളിത്തം വിശാലമാക്കുന്നതിനുമുള്ള സാധ്യതകളെക്കുറിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായത്. ബരാഖ് ആണവ നിലയത്തിന്റെ പ്രവർത്തനം സംബന്ധിച്ച ധാരണാപത്രം ഉൾപ്പെടെ 5 കരാറുകളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും തമ്മിലുള്ള ദീർഘകാല LNG കൈമാറ്റ കരാറും ഇതിൽ ഉൾപ്പെടുന്നു. തുടർന്ന് രാജ്ഘട്ട് സന്ദർശിച്ച ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ മഹാത്മാഗാന്ധിയുടെ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു. രാജ്ഘട്ടിൽ അദ്ദേഹം വൃക്ഷത്തൈയും നട്ടുപിടിപ്പിച്ചു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെയാണ് അബുദാബി കിരീടാവകാശി ന്യൂഡൽഹിയിലെത്തിയത്. നാളെ മുംബൈയിൽ നടക്കുന്ന വ്യവസായ പ്രമുഖരുടെ ബിസിനസ് ഫോറത്തിലും അദ്ദേഹം പങ്കെടുക്കും. രാജ്യത്ത് എംപോക്സ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. വിദേശത്ത് നിന്ന് തിരിച്ചെത്തി രോഗലക്ഷണങ്ങളോടെ നിരീക്ഷണത്തിൽ കഴിയുന്ന യുവാവിലാണ് എംപോക്സ് രോഗബാധ സ്ഥിരീകരിച്ചതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. രോഗിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. എംപോക്സിന്റെ വെസ്റ്റ് ആഫ്രിക്കൻ ക്ലേഡ് 2 വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വൈറസ് 2022 ജൂലൈയിൽ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്ത 20 കേസുകളിലെ വകഭേദത്തിന് സമാനമാണ്. WHO ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് കാരണമായ വൈറസ് വകഭേദമല്ല ഇതെന്നും വൈറസ് വ്യാപനത്തിനുള്ള യാതൊരു സാഹചര്യവും നിലവിലില്ലെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ക്യാൻസർ ചികിത്സാ മരുന്നുകളുടെ GST 12% നിന്നും 5% കുറയ്ക്കാൻ ഇന്ന് ചേർന്ന GST കൌൺസിൽ യോഗത്തിൽ തീരുമാനം. ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിലാണ് 54ാമത് GST കൌൺസിൽ യോഗം ന്യൂഡൽഹിയിൽ ചേർന്നത്. സർവകലാശാലകൾക്ക് ഗവേഷണത്തിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ഫണ്ടിനെ GSTയിൽ നിന്ന് ഒഴിവാക്കി. മെഡിക്കൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ GST കുറയ്ക്കുന്ന വിഷയം മന്ത്രിതല സമിതിക്ക് വിട്ടതായി ശ്രീമതി നിർമ്മല സീതാരാമൻ അറിയിച്ചു. സമിതി റിപ്പോർട്ട് അടുത്ത മാസം സമർപ്പിക്കും. നവംബറിൽ നടക്കുന്ന GST കൌൺസിൽ യോഗം ഈ റിപ്പോർട്ട് പരിഗണിക്കും. റിയൽ എസ്റ്റേറ്റ്, ഓൺലൈൻ ഗെയിമിംഗ്, കാസിനോ എന്നിവയിലെ നികുതി നിരക്ക് പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയ മന്ത്രിതല സമിതി ഇന്ന് റിപ്പോർട്ട് സമർപ്പിച്ചതായും മന്ത്രി പറഞ്ഞു. ഓൺലൈൻ ഗെയിമിംഗുമായി ബന്ധപ്പെട്ട നികുതി വരുമാനം കഴിഞ്ഞ 6 മാസത്തിനിടെ 412% വർദ്ധിച്ചതായും ധനമന്ത്രി അറിയിച്ചു. സംസ്ഥാന സർക്കാർ നൽകുന്ന സൌജന്യ ഓണക്കിറ്റിന്റെ വിതരണോദ്ഘാടനം മന്ത്രി GR അനിൽ നിർവഹിച്ചു. വിലക്കയറ്റം തടയാൻ സർക്കാർ ഫലപ്രദമായ നടപടികളാണ് സ്വീകരിക്കുന്നതെന്ന് മന്ത്രി ചടങ്ങിൽ പറഞ്ഞു. ഓണത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കുള്ള 5 കിലോ അരി വിതരണത്തിനും സംസ്ഥാനത്ത് തുടക്കമായി. മന്ത്രി V ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. നിയോജക മണ്ഡല തലത്തിലുള്ള സപ്ലൈകോയുടെ ഓണം ഫെയറുകൾ നാളെ മുതൽ സംസ്ഥാനത്ത് പ്രവർത്തനം ആരംഭിക്കും. ഓരോ നിയോജക മണ്ഡലത്തിലെയും ഒരു സൂപ്പർ മാർക്കറ്റ് വീതമാണ് ഓണം ഫെയറായി പ്രവർത്തിക്കുക. കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കർഷക ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ മന്ത്രി P പ്രസാദ് തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഈ മാസം 11 മുതൽ 14 വരെയാണ് കർഷക ചന്തകൾ പ്രവർത്തിക്കുക. ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു. ഓണത്തോടനുബന്ധിച്ച് ഗ്രാമീണ നഗര തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളികൾക്ക് ഓണം ഉത്സവ ബത്തയായി 1000 രൂപ വീതം നൽകുമെന്ന് ധനവകുപ്പ് അറിയിച്ചു. ചെറുകിട കയർ സംഘം തൊഴിലാളികൾക്ക് ബോണസ് ഉറപ്പാക്കാൻ കയർ കോർപ്പറേഷന് 10 കോടി രൂപ അനുവദിച്ചു. പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ കയർ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് എക്സ്ഗ്രേഷ്യയായി 2000 രൂപ നൽകും. ലോകബാങ്ക് വിദഗ്ധ സമിതി അംഗങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലേക്ക് വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നതുമായി ബന്ധപ്പെട്ട പദ്ധതിയിൽ ഉന്നത വിദ്യാഭ്യാസ കൌൺസിലുമായി സഹകരിക്കാൻ ലോകബാങ്കിന് താൽപര്യമുള്ളതായി പ്രതിനിധി സംഘം മുഖ്യമന്ത്രിയെ അറിയിച്ചു. പഠന നിലവാരം, ജോലി സാധ്യത എന്നിവ വർദ്ധിപ്പിക്കുന്നതും പാരിസ്ഥിതിക സുസ്ഥിരത, സാമൂഹ്യനീതി എന്നിവ ഉറപ്പാക്കുന്നതും ലക്ഷ്യമിടുന്ന ഉന്നത വിദ്യാഭ്യാസ സഹകരണത്തെ സർക്കാർ സ്വാഗതം ചെയ്യുന്നതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. നാളെ ഡിജിറ്റൽ സർവകലാശാലയും CETയും സംഘം സന്ദർശിക്കും. ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററിന്റെ ആദ്യ സ്ഥാപക ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്യും. സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുള്ള വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്ന അദ്ദേഹം സൈബർ ഫ്രോഡ് മിറ്റിഗേഷൻ സെന്റർ രാജ്യത്തിന് സമർപ്പിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.